ഹലോ ടോണി. എടാ സുധീനെ പിള്ളേരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവന്മാര് നമ്മുടെ തോമസ് തല്ലി കാര്യങ്ങളൊക്കെ ഇനി കൈവിട്ടവനൊക്കെ അവന്മാരെ പൂട്ടണം. എടാ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ പറയണ പോലെ അവന്മാരുടെ മുട്ടാൻ ഞാനില്ല. സംഭവം ഞാൻ അറിഞ്ഞു. തോമസ് ചെയ്ത് മണ്ടത്തരാ. പിന്നെ അതിന് അവന്മാർ അവനെ പച്ചയ്ക്ക് കത്തിക്കാതെ വിട്ട് അവന്റെ ഭാഗ്യാന്ന് കുടിക്കും. എടാ അവന്മാർ എവിടത്തെ വലിയന്മാരാണെങ്കിലും അവന്മാർ നമ്മുടെ ഏരി കയറി കളിച്ചോണ്ടിരിക്കണം. അത് സമ്മതിച്ചു കൊടുക്കണമെന്നാണ് നീ പറയണത്. അവന്മാർ കഴുതപ്പുല് കൂട്ടാ. അവന്മാരുടെ മുന്നിൽ ചെന്ന് പെട്ടാണ്ടല്ലോ ചത്തൂന്ന് കൂട്ടിയാൽ മതി. ഒന്നിനും മുന്നും പിന്നെ നോക്കാത്തവരാ അവന്മാര്. നമ്മൾ 3-4 പേര് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നിനക്ക് ആ സുധീനെ അറിയാൻ പാടില്ലാത്തോണ്ടാ. അവന് ഒറ്റ കൊടുത്താൽ മതി നമ്മുടെയൊക്കെ അടപ്പ് കറിക്കാൻ. അവന്റെ പെങ്ങളെ തൊട്ടതിന് ചോദിക്കാൻ ചെന്നതിനാണ് അവന്മാർ അവനിങ്ങനെ ഇട്ടി തല്ലണത്. നീ ഒന്ന് മനസ്സിലാക്കും. ഇങ്ങനെ വെള്ളടിയും പെണ്ണുടിയുള്ളവനൊക്കെ വെറുതെ പറയണം നമ്മള്. എടാ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. നമുക്ക് എന്നേലും ഒരു അവസരം കിട്ടും. നമുക്ക് അപ്പം നോക്കാം. അന്ന് ആ 3 എണ്ണത്തിനും നമ്മൾ പോകും. എടാ നീ ഒന്നും വിചാരിച്ച ഒരു പുല്ലും ചെയ്യാൻ പറ്റടാ പട്ടി. ശനി ഞായർ ദിവസങ്ങളിൽ പൂർണ്ണമായും പാലം അടഞ്ഞു കിടക്കുകയായിരിക്കും. The person you are calling is not answering. Please try again. ഹലോ ഹലോ അതെ ഹരീഷ. ആ പറഞ്ഞ പോലെ ചേട്ടാ. ഈ ചെറുക്കൻ കഴിക്കാതെ പോയോ? അവിടെ ചേട്ടാ ദേ ഇപ്പൊ എത്തും ആശുപത്രിയില്ല. പേടിക്കണ്ട കേട്ടോ. ഇപ്പൊ എത്തും. 5 മിനിറ്റ്. ചേട്ടാ ആരായിട്ട് അവിടെ കിടക്കണേ? അപ്പനാ. കുറച്ച് സീരിയസ് ആണെന്നാ ഡോക്ടർ പറഞ്ഞു. പിന്നെ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല ഇതന്നെ ഈ ആധാരമൊക്കെ? അത് ഈ അളിയന്മാരും പെങ്ങന്മാരും വരുന്നതിന് മുമ്പ് ഇവിടെ ഞാനും ചില മുൻകരുതൽ എടുക്കണമല്ലോ. ഇതുവരെ ഈ അപ്പനെ നോക്കിയത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഓ ഈ കാഷ്വാലിറ്റി റൈറ്റ് സൈഡിൽ ഫസ്റ്റ് റൂം. എടാ ഹരീഷേ
പുള്ളി വന്നു. സോറിടാ, ലേറ്റ് ആയി പോയി. എന്റെ പൊന്നേട്ടാ, ഞാൻ അച്ഛനെ എപ്പോ കൊണ്ടുവരാന്ന് അറിയാമോ? എനിക്ക് ഫോൺ എടുക്കാൻ നിങ്ങൾ ഒരാളെയും വിളിച്ചിട്ട് കിട്ടാനില്ലായിരുന്നു. ആള് ഇവിടെ ഉണ്ടെന്ന് എനിക്കൊന്നും അറിയിക്കണ്ടേ? കാഷ്വാലിറ്റിയിലല്ലേ? ഇല്ല, പുള്ളി ഇപ്പൊ റൂമിലാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതേ ബില്ലും മരുന്നിന്റെ ഇട്ടുമൊക്കെ അങ്ങോട്ട്. റൂം നമ്പർ 106. എന്നതാടാ ചെറുക്ക, ഞാൻ ചത്തട്ട് കാണാൻ വന്നാ മതിയായിരുന്നല്ലോ. അതപ്പാ, എനിക്ക് ജോലി തിരക്കായിരുന്നു, അതാ ഫോൺ എടുക്കാൻ പറ്റാഞ്ഞേ. നിന്റെ തിരക്കൊക്കെ നടക്കട്ടെ, അതിന്റെ ഇടയ്ക്ക് ഈ വയസ്സായി ചാകാൻ കിടക്കുന്നവരൊന്നും നോക്കട്ടെ. കാര്യം അവന്റെ പണിയാണെങ്കിലും വിളിച്ചപ്പോ ആ ഓട്ടോച്ചക്കൻ ഓടിച്ചാടി വന്നോണ്ട് രക്ഷപ്പെട്ടു. മക്കൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത്യാവശ്യ സമയത്ത് ഉപകരിക്കണമെങ്കിൽ ആ ചെക്കനെ പോലെ ഉള്ളവർ വേണം. അയ്യോ, സമയം എന്തായി? സമയം 9 കഴിഞ്ഞു. അയ്യോ, ഞാൻ ഇപ്പൊ വരാം. നീ എങ്ങോട്ടാ? സുധി, നീ ലൈലനെ കാണാൻ പോയിരിക്കില്ലേ? അയ്യോ, സമയം ഒരുപാട് പോയല്ലോ. ഒരു ലോഡ് വണ്ടിയാണല്ലോ നിൽക്കണേ. അതെ, ബിസിനസ്സിന് എങ്ങനെയാണോ? അല്ല, ബസ് എപ്പോഴാണ്? അല്ല, എവിടെയെങ്കിലും പോവാൻ നിൽക്കണേ ആയിരിക്കുമല്ലോ. എനിക്കറിയില്ല. കുറച്ച് മുറ്റ പണിയുണ്ട്. എന്താണ് മാഷേ, വീണ്ടും കാണാൻ തോന്നുന്നുണ്ടോ? എനിക്ക് പുതിയ സ്റ്റാഫിനെ വേണമെന്നല്ലേ പറഞ്ഞേ. ഞാൻ ഓരോരുത്തരും ഒപ്പിച്ചേറ്റെ. കമ്മീഷൻ വേണം. എടാ മോനെ, ഞാൻ ഏറ്റു. അല്ല, ആരാള്? ഒക്കെ എത്ര വയസ്സുണ്ട്? പരിചയപ്പെടാൻ പോണുള്ളൂ. പക്ഷേ ആൾക്ക് വയറ്റിലുണ്ട്. അത് നമുക്ക് സെറ്റാക്കാം. അതൊന്നും കുഴപ്പമില്ല സുധേട്ടാ. ആൾക്ക് ഓക്കെ ആണെങ്കിൽ കൊണ്ടുപോവാ. എടാ ചക്കരെ, ബാക്കി നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. നീ വെച്ചോ, ഞാൻ മുട്ടി നോക്കട്ടെ. വെച്ചോ. അതെ, ഞാൻ വെയിറ്റ് ചെയ്യൂട്ടോ. വന്നേക്കണേ. ആടി. ചേച്ചി വന്ന് അവിടെ നിന്നേ. ചേച്ചിനെ കണ്ടിട്ട് നല്ല വിഷമമുള്ള പോലെ. ചേച്ചി എന്റെ കൂടെ വാ, ചേച്ചിയുടെ വിഷമം മാറ്റാം. നല്ല പൈസയും തരാം. അവിടെ നിന്നേ. ഞാൻ ചേച്ചിനെ ഒന്ന് പരിചയപ്പെടാം. എന്നെ മോളെ പ്രശ്നം? എങ്ങോട്ടാ പോകണ്ടേ നിനക്ക്? രാജു, ഞാൻ പുന്നേക്കാട് ബസ് സ്റ്റോപ്പിന്റെ അങ്ങോട്ട് വന്നേ. രണ്ട് നായിന്റെ മക്കളെ തീർക്കാണ്ട്. പെങ്ങളെ,
പെങ്ങള് പേടിക്കൊന്നും വേണ്ടെന്നേ. അത് ഈ കള്ളും കഞ്ചാവ് അടിച്ചിടക്കണമാരാ. തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നേ. അതൊക്കെ അവന്മാർ ആരെങ്കിലും കയ്യിൽ നല്ല പെട വാങ്ങിക്കുമ്പോൾ നന്നായിക്കോളും. അല്ലാണ്ട് അവന്മാരൊക്കെ എവിടെ പോയി തീരാനാ? വേറൊന്നും സംഭവിച്ചില്ലല്ലോ, വിട്ടുകളാ. എന്നിട്ട് സമാധാനമായിട്ടിരിക്കുന്നേ. ചേട്ടാ എനിക്കൊന്നുമില്ല. ചേട്ടൻ നേരെ നോക്കി ഒന്ന് വണ്ടി ഓടിക്കൂ പ്ലീസ്. ഓ ഓക്കെ മകളെ. പെങ്ങളെ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ വിഷമിക്കുന്നത് വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് നല്ലതല്ല. അതാണ് ഞാൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചത്. അമ്മ ഹാപ്പി ആയിട്ടാണ്, മക്കൾ ഹാപ്പി ആയിട്ടിരിക്കും. തൻ്റെ മുഖം കണ്ടിട്ട് വേറെന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായി. ഈ വിഷമം വേദനയൊക്കെ നമ്മുടെ ലൈഫിലുണ്ടെന്ന്. നമ്മളതൊക്കെ നോക്കിയിരുന്നത് എങ്ങനെ ജീവിക്കാനാ? ഉള്ള ചെറിയ സന്തോഷമൊക്കെ നോക്കി ഒരു പോസിറ്റീവ് മൈൻഡിലങ്ങ് ജീവിക്കും, അത്ര തന്നെ. ഈ ദുഃഖവും ദുരിതവും മാത്രമുള്ള ലൈഫ് എങ്ങനെയായിട്ടാ പോസിറ്റീവ് മൈൻഡിൽ ജീവിച്ച് തീർക്കാൻ പറ്റുക? എന്നാ മകളെ? എൻ്റെ മുഖത്ത് ചേട്ടനൊരു വിഷമം കണ്ടു എന്ന് പറഞ്ഞില്ലേ? കാരണമുണ്ട്. പക്ഷെ കേൾക്കുന്നവർക്ക് അതൊരു ക്ലീശേ കഥയാണ്. ഒരു സ്വാധീനം ഇല്ലാത്ത ഒരു പാവം പെൺകുട്ടിയുടെ ക്ലീശേ ജീവിത കഥ. ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ തെറ്റായൊരു തീരുമാനമായിരുന്നു അയാളുടെ ഒപ്പമുള്ള എൻ്റെ ജീവിതം. ഒരു പെണ്ണിനും പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഭർത്താവായിരുന്നു അയാൾ. പക്ഷെ അത് മനസ്സിലാക്കാൻ ഞാൻ വൈകി. ആ നശിച്ച ജീവിതത്തിൽ നിന്ന് എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത് എൻ്റെ ജോലിയിലൂടെയായിരുന്നു. അങ്ങനെ ഒരുപാട് സഹിച്ചു, പേടിച്ചു കഴിഞ്ഞു പോയി. എൻ്റെ ലൈഫിൽ ഒരേ ഒരു ആശ്വാസമായിരുന്നു എൻ്റെ കുഞ്ഞ്. പക്ഷെ ഞാൻ ഈ അവസ്ഥയിലാണ് എന്നുള്ളതൊന്നും അയാൾക്കൊരു വിഷയമായിരുന്നില്ല. അയാൾ അയാളുടെ ഫ്രസ്ട്രേഷൻസും ദേഷ്യവും ഒക്കെ തീർക്കുന്ന ഒരു ഉപകരണം, അത് മാത്രമായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് മനസ്സിലായി, ഇനിയെല്ലാം സഹിച്ച് നിന്ന അനുഭവിക്കുന്നത് വേദനിക്കുന്നതും ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ഞും കൂടിയാണ്. ഇനിയും അവിടെ നിന്ന സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം എനിക്കും എൻ്റെ കുഞ്ഞിനും കിട്ടില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഞാൻ എൻ്റെ നാട്ടിലേക്ക്. ഇനിയുള്ള കാലം സ്വസ്ഥമായിട്ട് കഴിയണം. വൈകിപ്പോയി എങ്കിലും വിധി, അല്ലാണ്ട് എന്നാ പറയാനാ? അല്ല, പുള്ളിക്കാരന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ലായിരുന്നോ? അതൊരിക്കലും നടക്കില്ല ഏട്ടാ. അയാളെ ഇത്രയും കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നവരെ എന്തു പറഞ്ഞ് മനസ്സിലാക്കാനാ? ഓക്കെ വേങ്ങളെ, ഇഷ്ടമാതിരി ചെയ്യേ. കുറച്ച് കഴിഞ്ഞ് പുള്ളിക്കൊരു മിസ്സിംഗ് ഒക്കെ അടിക്കുമ്പോൾ പുള്ളി തന്നെ ഇങ്ങ് വന്നോളൂ. അന്നേരം എല്ലാം ശരിയായി കൊള്ളുന്നേ. ചേട്ടാ, വണ്ടിയിൽ വെള്ളമുണ്ടോ കുടിക്കാൻ? വെള്ളോ? എന്നോടെ ഷോ, പെങ്ങളെ വെള്ളം തീർന്നല്ലോ. ഓ, എന്നാ സാരല്ല ഏട്ടാ. അവിടെ ഒരു കട കാണണ്ട, അവിടുന്ന് വാങ്ങിക്കാം. ഏയ് സാരല്ല, സമയം കളയണ്ട, ട്രെയിനിന്റെ സമയം. അത് കുഴപ്പമില്ല. ഒരു കുപ്പി വെള്ളം വാങ്ങിക്കണേ എന്തൊരു നേരം വേണം. ശരി താനെ, എന്നാ വെള്ളം. അയ്യോ, ഇതെന്നെ മകളെ ചോര. ദൈവമേ, നല്ല ബ്ലീഡിങ് ആണല്ലോ. പെയിൻ വല്ലതും ഉണ്ടോ? അയ്യോ, എന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട ചേട്ടാ, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മതി, ഹോസ്പിറ്റലിൽ പോകണ്ട.
പെങ്ങളെ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടേ പോകുള്ളൂ. മോനെ ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ എവിടെയാ? ചേട്ടാ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ. ആ ഓക്കെ മോനെ. ചേട്ടാ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മതി. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവണ്ട. അത് ശരിയാവില്ല. ഈ അവസ്ഥയിൽ എത്ര ദൂരം പോയാലാ പറഞ്ഞാലും മനസ്സിലാവില്ല. ഇനി ഞാൻ ഇവിടെ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായ അയാൾ എന്നെ വെറുതെ വിടില്ല. എനിക്കിനി സഹിക്കാൻ വയ്യ ചേട്ടാ. അതൊക്കെ പിന്നെ നോക്കാം പെങ്ങളെ. ഇപ്പൊ നമുക്ക് ആശുപത്രി പോവാം. ചേട്ടാ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം പ്ലീസ് ചേട്ടാ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല. എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാൽ മതി പ്ലീസ്. ഇനിയിപ്പോൾ എന്ത് വന്നാലും ആദ്യം ആശുപത്രി പോയിട്ട കാര്യമുള്ളൂ. അല്ല പിന്നെ കോപ്പ് ഇതാ മറ്റവനാണെന്ന് തോന്നണേ. ഏതാണ്ട് ഉടക്കാനായിട്ടുള്ള വരവ കോപ്പൊക്കെ. ബോധം വന്നോളാ മാറി നിനക്ക്. അത് കണ്ടോ നീയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ച മുതല് അവളുടെ മുന്നിലിട്ടിയാ നിന്നെ ചവിട്ടിക്കൊല്ലും. നീയൊക്കെ ആരോടെ കളിച്ചോന്ന് അറിയണോ? എടാ പെങ്കൊച്ച് ഗർഭിണിയാടാ. അതിനെ വെറുതെ വിടാ. നിന്നെയൊക്കെ അങ്ങനെ വെറുതെ വിടാൻ പറ്റൂടാ. പണി നിന്നിട്ട് പോയതല്ലേ നീ. അടുത്ത് നിന്റെയൊക്കെ ചാവാ. ഇതുവരെ ഇവിടെ കിടന്ന് കെഞ്ചടാ. എടാ അതിനെ വെറുതെ വിടാ. അവിടെ നിക്കടോ. എന്തേടി മോളെ നീ പേടിക്കണേ? മര്യാദക്ക് എന്റെ കൂടെ വരാൻ പറഞ്ഞാലടി, അന്നേരം നിനക്ക് ഇന്ന് ആറിയുടെ കൂടെ പോണം അല്ലേടി?
ഇപ്പോഴും ഞാൻ പറയാ, നീ എൻ്റെ കൂടെ വാ. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം. അതല്ല, നിനക്ക് ഈ വയറ്റിലുള്ളതാണ് പ്രശ്നമെങ്കിൽ അതും ഞാൻ ഒഴിവാക്കി തരാം. നീ ഒന്ന് കണ്ണടച്ചാൽ മാത്രം മതി. എന്റെ വയറ്റിലുള്ളതിനെ നീ ഒഴിവാക്കണ്ട, അതിനെ ഒഴിവാക്കാൻ എനിക്കറിയാം. നിന്റെ കൂടെ വരുന്നോന്ന് നീ ചോദിച്ചില്ലേ? ഞാൻ വരുന്നില്ല, നീ ഒറ്റയ്ക്ക് പോയിക്കോ. നീ ആരാ ശരിക്കും? എല്ലാം സഹിച്ചു ക്ഷമിച്ചും ജീവിച്ചിരുന്ന എനിക്ക് ഇനി അങ്ങനെ കഴിയാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് എല്ലാം വിട്ടെറിഞ്ഞിറങ്ങി പോകാൻ തീരുമാനിച്ചു. പക്ഷെ ആ തീരുമാനം എടുക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എന്റെ ലച്ചുട്ടി ഞാൻ അവസാനമായിട്ട് കണ്ടത്. ഹലോ ഇച്ചയ, ഞാനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ വൈകും. അപ്പോ മോളെ ഒന്ന് സ്കൂളിൽ നിന്ന് കൂട്ടാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഹലോ ഹലോ. ലച്ചു, ലച്ചു, മോളെ മോളെ, ലച്ചു. അനുസരണക്കേട് കാണിച്ചത് ഞാൻ വീട്ടിൽ കൊടുത്താ തള്ളയുടെയല്ലേ മോള്. ഒടുവിൽ എന്റെ മോള് അയാളുടെ ഇരയായി എനിക്ക് മനസ്സിലായി. മോളെ നീ മാറിക്കോ, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ മാറി എടി, മാറി. എന്റെ മോളെ അയാൾ ചെയ്തത് എനിക്ക് താങ്ങാനായില്ല. അതുകൊണ്ട് ഞാൻ അയാളെ ചെയ്തതൊരു അപരാധമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ മോളെ ഇല്ലാണ്ടാക്കിയ അയാൾക്ക് ഞാൻ അപ്പോൾ തന്നെ ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് എനിക്ക് കുറ്റബോധമില്ല. കാരണം ഞാൻ മറ്റൊന്ന് മനസ്സിൽ കണ്ടിരുന്നു. എനിക്ക് റെയിൽവേ സ്റ്റേഷനിലല്ലായിരുന്നു പോകേണ്ടിയിരുന്നത്, അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലായിരുന്നു. കാരണം ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങ് വെച്ച് പോകാൻ എനിക്ക് താല്പര്യമില്ല. വേണ്ട തെളിവുകളോടെ ഞാൻ തന്നെ സുരക്ഷിതമായി കീഴടങ്ങാനായിരുന്നു എൻ്റെ തീരുമാനം. അതിനായി ഞാൻ കെട്ടിയ വേഷമാണിത്. ശേഷം എൻ്റെ വിധി എന്തു തന്നെയായാലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണമായിരുന്നു. അത് ഞാൻ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ.
എൻ്റെ വിധി എന്താണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ചേട്ടൻ എനിക്ക് അവസാനമായിട്ടൊരു സഹായം ചെയ്തു തരൂ. ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്നറിയാം, എനിക്കിതെങ്ങനെയൊന്നും ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഞാൻ കാരണം ആരും ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വേണ്ട സമയത്ത് ഞാൻ വേണ്ട വിധത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ. ഇപ്പോൾ എനിക്കറിയാം, വൈകി കിട്ടുന്ന നീതി, സ്വാതന്ത്ര്യം എല്ലാം നമുക്ക് പ്രയോജനമില്ലാതായി തീരും. കാരണം സമയമെന്ന സാരഥി നമുക്കായി ഒരിക്കലും നിന്ന് തരില്ല. അത് ജീവിതമെന്ന യുദ്ധം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും.